നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളോട് എത്തിയിരിക്കുന്നത് ട്രേഡ് മാർക്കിനെ സംബന്ധിച്ച് ഒന്ന് രണ്ട് ഇൻഫർമേഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഇമെയിൽ ID, ആ സ്ഥാപനത്തിൻ്റെ ഒരു പേര്, അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റ്, ഗവൺമെൻറ് തല രജിസ്ട്രേഷനുകൾ, ഇതെല്ലാം അത്യാവശ്യമാണ്. പക്ഷേ നിങ്ങളാരും എങ്ങനെയുള്ളൊരു പേരായിരിക്കണം അതിൽ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വൻ സാമ്പത്തിക നഷ്ടം നിങ്ങൾക്കുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ബിസിനസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ. നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ തീർച്ചയായും പബ്ലിസിറ്റി ആവശ്യമാണ്. അങ്ങനെ ഒരു പബ്ലിസിറ്റിക്കായിട്ട് നമ്മൾ നിരവധി പരസ്യങ്ങൾ കൊടുക്കും. ആ പരസ്യങ്ങൾ കൊടുത്ത് അതിനൊരു പോപ്പുലാരിറ്റി ഉണ്ടാക്കി ബിസിനസ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ട്രേഡ് മാർക്ക് എടുക്കണം. അങ്ങനെ ഒരു ട്രേഡ് മാർക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ പേരിൽ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ആ ബിസിനസ്സിന് ഒരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ആ ബിസിനസ്സിന് ഒരു ഇമെയിൽ ID, വെബ്സൈറ്റ്, മറ്റു കാര്യങ്ങൾ, ഗവൺമെൻറ് തല രജിസ്ട്രേഷനുകൾ, ഇതെല്ലാം എടുക്കുമ്പോൾ ഈ വേറെ ആർക്കെങ്കിലും ഇത് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിന് സമാനമായ ഒരു ബിസിനസ് ചെയ്യുന്നതിനായി അവർ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടുകയില്ല. രണ്ടാമത് നിങ്ങൾ ആ ബിസിനസ് ചെയ്യുമ്പോൾ, ആ രീതിയിൽ ബിസിനസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഉള്ള ഒരാൾ നിങ്ങൾക്കെതിരെ ഒരു കോമ്പൻസേഷന് കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല തുക നിങ്ങൾ അവർക്ക് നഷ്ടപരിഹാരമായി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. ട്രേഡ് മാർക്കിന്റെ കാര്യത്തിൽ സെക്ഷൻ 29 ആണ് ട്രേഡ് മാർക്ക് ആക്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൽ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാളുടെ ട്രേഡ് മാർക്കിന് സെയിം ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഡിസെപ്റ്റീവ്ലി സിമിലർ ആയിട്ടുള്ള ഒരു വാക്ക്, ഇപ്പം നമ്മളാർക്കും ഒരു ട്രേഡ് മാർക്കിൻ്റെ കൂടെ ഒന്നോ രണ്ടോ വാക്കുകൾ കൂട്ടിച്ചേർക്കാം, അല്ലെങ്കിൽ സ്പെല്ലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഒരു മാർക്ക് എടുക്കാം. ഇതൊന്നും നടക്കില്ല. അതായത് സിമിലറോ ഡിസെപ്റ്റീവ്ലി സിമിലർ ആയിട്ടുള്ള ഒരു വാക്ക് ഉപയോഗിച്ച് മറ്റൊരാളുടെ ട്രേഡ് മാർക്കിൻ്റെ അല്ലെങ്കിൽ മറ്റൊരാളുടെ ട്രേഡ് മാർക്കിന് സമാനമായ വാക്കുകൾ ഉപയോഗിച്ച് ഒരു ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ നിങ്ങൾക്ക് കിട്ടുകയുമില്ല. അത് ഉപയോഗിച്ച് നിങ്ങൾ ബിസിനസ് ചെയ്യാനും പാടില്ല. അങ്ങനെ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ട്രേഡ് മാർക്ക് വയലേഷനായിട്ട് അത് കൺസിഡർ ചെയ്യുകയും അതിന് നിയമപരമായിട്ട് സിവിൽ കേസും ക്രിമിനൽ കേസും ഫയൽ ചെയ്യാവുന്നതാണ്. സിവിൽ കേസ് ഫയൽ ചെയ്യുന്നത് മെയിനായിട്ടും കോമ്പൻസേഷന് വേണ്ടിയിട്ടാണ്. എന്നാൽ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യുന്നത് ആ ട്രേഡ് മാർക്ക് മിസ്യൂസ് ചെയ്യാവുന്ന ആളെ പെട്ടെന്ന് തടയാൻ വേണ്ടിയാണ്. ഇത് രണ്ടും നിയമം വളരെ കർക്കശമാണ്. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് ഞാൻ ചെയ്യുന്ന ബിസിനസ്സിന് സമാനമായ രീതിയിൽ വേറെ ആർക്കെങ്കിലും ബിസിനസ് ഉണ്ടോ എന്ന് അറിയാൻ നമുക്ക് ഗവൺമെൻറ്, അതായത് ട്രേഡ് മാർക്ക് അതോറിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. ipindia.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് മറ്റൊരാൾക്ക് ആരംഭിക്കാൻ പോകുന്ന ഒരു, അല്ലെങ്കിൽ ഞാൻ പേരിടാൻ പോകുന്ന, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് ഇടാൻ പോകുന്ന പേര് വേറെ ആർക്കെങ്കിലും സിമിലർ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. നമുക്ക് ഈ വെബ്സൈറ്റിൽ കയറി നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ട്രേഡ് മാർക്ക് തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, നാഷണലും ഇന്റർനാഷണലും. അതിൽ നമ്മൾ നോർമലി നാഷണൽ ലെവലിലുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ നാഷണൽ ലെവൽ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ 5 സ്ഥലങ്ങളിലായിട്ട് സ്റ്റേറ്റുകളെ ഓരോ സോണായിട്ട് തിരിച്ചുകൊണ്ട്, നമ്മുടെ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകളെയും സോണായിട്ട് തിരിച്ച് 5ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൽഹി, ബോംബെ, കൽക്കത്ത, ചെന്നൈ, അഹമ്മദാബാദ്, ഇങ്ങനെ 5ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, പോണ്ടിച്ചേരി,
ഇങ്ങനെയുള്ള സ്റ്റേറ്റുകൾ വരുന്നത് ചെന്നൈ ഓഫീസിന്റെ അണ്ടറിലാണ്. അപ്പം നമുക്ക് ഒരു ട്രേഡ് മാർക്ക് എടുക്കണമെങ്കിൽ അല്ലെ ആ ട്രേഡ് മാർക്കുമായിട്ട് എന്തെങ്കിലും ആശയവിനിമയങ്ങൾ നടത്തണമെങ്കിൽ ഈ പറയുന്ന ചെന്നൈ ഓഫീസുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത്. ഇനി ഒരു ട്രേഡ് മാർക്ക് എടുക്കണമെങ്കിൽ ചില ലിമിറ്റേഷൻസുകളുണ്ട്. അതായത് നമുക്ക് എല്ലാ വാക്കുകൾക്കൊന്നും ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടുകയില്ല. ഇപ്പോൾ മറ്റൊരാൾക്ക് ഇല്ലാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. പക്ഷെ എന്നാൽ പോലും അതിനകത്ത് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം നമുക്കൊരു ഒരാളുടെ പേര് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേര് അല്ല കോമൺ വാക്കുകൾക്ക് ഒരിക്കലും എക്സ്ക്ലൂസിവിറ്റി കിട്ടില്ല. ഞാൻ ഒന്നുകൂടി തെളിച്ചു പറയാം. ഇപ്പം ബാബു, ഷാജി അല്ലെങ്കിൽ ജെയിംസ് ഇങ്ങനെയൊക്കെ ഒരു പേരിൽ ഒരാൾ എക്സ്ക്ലൂസിവിറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളെ പറയാം. ഇപ്പോൾ കൊച്ചി, കോട്ടയം, എറണാകുളം അല്ലെങ്കിൽ അങ്ങനെയുള്ള പേരുകൾ, അതായത് ഒരു സ്ഥലത്തിന്റെ പേരിനും നമുക്ക് എക്സ്ക്ലൂസിവിറ്റി കിട്ടില്ല. പിന്നെ ഒരു ലിമിറ്റേഷൻ ഉള്ളതാണ് നമുക്ക് കോമൺ വാക്കുകൾ. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ്, ജോബ്, കൺസൾട്ടൻസി, ഗ്രൂപ്പ്, കമ്പനി ഇങ്ങനെയുള്ള പേരുകൾക്കും ഒരിക്കലും എക്സ്ക്ലൂസിവിറ്റി കിട്ടില്ല. പിന്നെ ചിലർക്കുള്ള ഒരു ഡൗട്ടാണ് നമുക്ക് വീട്ടുപേരുകൾക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. തീർച്ചയായിട്ടും വീട്ടുപേര് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി നെയിമിന് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. അതായത് വീട്ടുപേരിൽ തന്നെ നമുക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കാം. ഇപ്പൊ ടാറ്റ ഒരു വീട്ടുപേരാണ്, ബെർള വീട്ടുപേരാണ്, ബജാജ് വീട്ടുപേരാണ്. അപ്പം ഒരിക്കലും ഒരു വീട്ടുപേര് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ആയിട്ട് എടുക്കുന്നതിന് യാതൊരു ലിമിറ്റേഷനും ഇല്ല. ഇനി നമ്മളൊരു ട്രേഡ് മാർക്ക് കേസിലേക്ക് പോകുമ്പോൾ ആദ്യം ട്രേഡ് മാർക്ക് അതോറിറ്റി അല്ലെങ്കിൽ ലീഗൽ സൈഡ് ചെക്ക് ചെയ്യുന്നത് ആരാണ് ഒരു ബിസിനസ് തുടങ്ങിയത്, ആരാണ് അതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസർ, മൂന്നാമത് ആർക്കാണ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ആരാണ് ആ ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ പ്രൊമോഷനായി ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിയിരിക്കുന്നത്, അത് പോപ്പുലാരിറ്റി കൊണ്ടുവന്നിരിക്കുന്ന ആരാണ്. ഇങ്ങനെ ചില കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രയർ യൂസറാണെന്ന് കാണിക്കാനുള്ള ഡോക്യുമെന്റുകൾ അവിടെ കൊടുക്കണം. നമ്മൾ എന്നു മുതൽ തുടങ്ങി, അത് നമ്മൾ പ്രയർ യൂസറാണോ, അത് ആദ്യം തുടങ്ങിയ നമ്മളാണോ. ഈ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളൊരു പ്രയർ യൂസർ ആകുകയും അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയും, അതായത് നമ്മളിപ്പോൾ ഒരു ട്രേഡ് മാർക്ക് തുടങ്ങി, ആ ട്രേഡ് മാർക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ബിസിനസ് ചെയ്യാണ്ട് ഇടയ്ക്ക് വെച്ച് ആ ബിസിനസ് നിർത്തുകയോ അല്ലെങ്കിൽ അവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി വന്നു കഴിഞ്ഞാൽ അതിന് ആ പ്രയോറിറ്റി കിട്ടില്ല. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു 1950 ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഞാനൊരു 60 ആയപ്പോൾ അത് നിർത്തി. വീണ്ടും ഞാൻ ആ ബിസിനസ് 75 തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും ആ 50 പ്രയോറിറ്റി കിട്ടില്ല. വീണ്ടും ആ 75 തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രയോറിറ്റി മാത്രമേ കിട്ടുള്ളൂ. അതും ഈ ട്രേഡ് മാർക്ക് നിയമത്തിൽ അല്ലെങ്കിൽ ട്രേഡ് മാർക്കിന്റെ ആ യൂസേജിൽ നമ്മളൊരു ചലഞ്ച് ചെയ്യുമ്പോൾ വരുന്ന ചില ലിമിറ്റേഷൻസ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മളൊരു കൊമേഴ്സ്യൽ കേസുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കോടതിയിൽ പോയി കഴിഞ്ഞാൽ ആ കോടതിക്ക് ഞാൻ പറഞ്ഞു സിവിൽ കേസിൽ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും നോക്കുന്നത് കോമ്പൻസേഷന് വേണ്ടിയിട്ടാണ് സിവിൽ കേസ് ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ഈ കോമ്പൻസേഷന് സിവിൽ കേസ് ഫയൽ ചെയ്യുമ്പോൾ ആ കോമ്പൻസേഷൻ കൂടാണ്ട് ഒരു വ്യക്തി അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം മറ്റൊരാളുടെ പോപ്പുലാരിറ്റി മിസ്യൂസ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്യൂണിറ്റി ഡാമേജും, അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ് എത്ര കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു ഡാമേജും കൂടി ഇപ്പോഴുള്ള നേരത്തെ മുതൽ തന്നെ നഷ്ടപരിഹാരമായിട്ട് അതിൻ്റെ ട്രേഡ് മാർക്ക് എടുത്തിരിക്കുന്ന ക്ലയന്റിന് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് പേരിടുമ്പോൾ അല്ലെങ്കിൽ ഗവൺമെന്റ് തല രജിസ്ട്രേഷനുകൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ എടുക്കുന്ന പേര് മറ്റൊരാളുടെ പോപ്പുലറായിട്ടുള്ളോ അല്ലാത്ത ഒരു പോപ്പുലറായിട്ടുള്ളോ അല്ലെങ്കിൽ അയാൾ എടുത്തിരിക്കുന്ന ഒരു മറ്റൊരാളുടെ ട്രേഡ് മാർക്ക് ആണോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ബിസിനസ്സിന് പേരിടാവുള്ളൂ, ബിസിനസ് പേരിട്ട് മുന്നോട്ട് പോകാവുള്ളൂ. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വൻ സാമ്പത്തിക ബാധ്യതയിലേക്ക് നിങ്ങൾ പോവേണ്ട വരുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.